ചാനലിൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ലഭിക്കുവാൻ ഈ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലുള്ള മുഴുവൻ ക്ലാസ്സുകളും കണ്ടിന്യൂസ് ആയി തന്നെ കാണാവുന്നതാണ്. ഓരോ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. എല്ലാവർക്കും നമസ്കാരം. സഫിർജാൻ EXൻ്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുപാട് ടാലി പ്രൈമിനെ കുറിച്ചുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മളിതിൽ മുൻപ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻ നമ്മൾ കഴിഞ്ഞു. പർച്ചേസ്, സെയിൽസ്, റിട്ടേൺ ട്രാൻസാക്ഷൻസ്, ഓർഡർ ട്രാൻസാക്ഷൻ, റെസിപ്റ്റ് നോട്ട്, ഡെലിവറി നോട്ട്, റിജക്ഷൻ ഇൻ, റിജക്ഷൻ ഔട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം കഴിഞ്ഞ, അതായത് പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് സെയിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്യൽ, ഇതൊക്കെ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതൊക്കെ നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഡക്റ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ്, ഇതെങ്ങനെ ഒന്നിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ടാലി ആദ്യം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് പ്രൊഡക്റ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സമയം കളയുന്നില്ല, പെട്ടെന്ന് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, മുമ്പ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനിത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി, അതിൽ വൗച്ചേഴ്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. വൗച്ചേഴ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ഇൻവോയ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് F9, അതായത് പർച്ചേസിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ F9 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പർച്ചേസ് വരും. ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയല്ല പർച്ചേസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഈ ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ചേഞ്ച് മോഡിൽ പോയിട്ട് ഐറ്റം ഇൻവോയ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ വൗച്ചർ മോഡ് ഇങ്ങനെ കാര്യം വരിക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അക്കൗണ്ട് പിന്നെ പെർട്ടിക്കുലർ മോഡിലൊക്കെ ആയിരിക്കും വരിക. ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഐറ്റം ഇൻവോയ്സിലോട്ട് ചേഞ്ച് ചെയ്യണം. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം. അതിനുവേണ്ടി ഒന്നെങ്കിൽ ഇവിടെ ചേഞ്ച് മോഡിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+H അടിച്ചാലും മതി. അപ്പോൾ ഇനി സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്നുള്ളിടത്ത് ഞാനിവിടെ കൊടുക്കണം സപ്ലയറുടെ ബിൽ നമ്പർ. അതായത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അയാളാണ് നമുക്ക് ബില്ല് തരുന്നത് അല്ലേ. അപ്പോൾ ആ ബിൽ നമ്പറാണ് നമ്മളോട് കൊടുക്കേണ്ടത്. ഞാൻ കൊടുക്കണം 25101 ഒരു ബിൽ നമ്പർ. എത്രയാണ് ബിൽ നമ്പർ എന്ന് വെച്ചത് കൊടുക്കുക. പിന്നെ ഡേറ്റ്, അന്നത്തെ ഡേറ്റ്. പിന്നെ നമ്മൾ പാർട്ടി നെയിം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ പാർട്ടിയുടെ പേര്, അതായത് ആരിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ പർച്ചേസ് ചെയ്യുന്ന ആളെ പേര് കൊടുക്കുന്നു. നമ്മൾ ക്രിയേറ്റിൽ വരിക. അപ്പോൾ ക്രിയേറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റിൽ വന്നു കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ടിയുടെ പേര് കൊടുക്കുന്നു. AB ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അവിടെ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അണ്ടറായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരിക സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് വരിക. അപ്പോൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുമ്പോൾ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല്, ഈ ഓപ്ഷൻ എപ്പോഴും ആക്റ്റീവായിട്ട് കിടക്കണം. ഓക്കെ, അത് മറന്നു പോരുത്. ഇവിടെ എപ്പോഴും ആക്റ്റീവായിട്ട് കിടക്കുക. നേരെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പർച്ചേസ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ചോദിക്കുന്നുണ്ടാവും. ആ പർച്ചേസ് ലെഡ്ജർ എന്നുള്ളിടത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പർച്ചേസ് ലെഡ്ജറിൽ ക്രിയേറ്റിൽ വരിക. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൻ്റെ അണ്ടർ നമ്മൾ കൊടുത്തിരുന്ന എന്തായിരുന്നു, പർച്ചേസിൻ്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിന്ന് പർച്ചേസ് ആൻഡ് സെയിൽസ് രണ്ടും കൂടി പറയാനുള്ള കാരണം, രണ്ടും തമ്മിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയിം ഓഫ് ഐറ്റം എന്നുള്ളിടത്ത് നമുക്കിനി ഓരോ പ്രൊഡക്റ്റുകളുടെ പേര് കൊടുക്കുക. പ്രൊഡക്റ്റുകൾ ഓൾറെഡി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പേസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ആണ്. ഇതാ നേരെ ക്രിയേറ്റ് വരിക. ഇനി അതെല്ലാം നിങ്ങൾ ക്രിയേറ്റിൽ വരില്ല എന്നുണ്ടെങ്കിൽ Alt+C എന്ന് പറയാം, ആ ഷോർട്ട് കട്ട് പ്രസ് ചെയ്താൽ മതി. പിന്നെ അവിടെ ക്രിയേറ്റിൽ വന്നു. ക്രിയേറ്റിൽ ഫസ്റ്റ് ഐറ്റം കൊടുക്കുന്നു ലെക്സ് എന്ന് പറയുന്ന ഐറ്റം ഞാൻ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് വരുമ്പോൾ യൂണിറ്റ് എന്നുള്ളിടത്ത് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം. അവിടെ നമ്മൾ Alt+C പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ ക്രിയേറ്റ് സെലക്ട് ചെയ്യുക.
അപ്പോൾ ടാലി പ്രൈമിൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസമാണിത്. നമുക്ക് ഷോർട്ട് കട്ട് അടിക്കാതെ തന്നെ നേരിട്ട് ക്രിയേറ്റീവ് പോകുന്നുള്ളൂ. ടാലി ERP9 ആണെങ്കിൽ നമ്മൾ Alt+C പ്രസ് ചെയ്യേണ്ടിയിരുന്നു, അതല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മളിവിടെ സിമ്പിൾ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാം, നോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, നോസ് ഞാൻ കൊടുത്തു. ഇനി എൻ്റർ ചെയ്യുക, സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ളിടത്ത് നിന്ന് എസ് കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. വീണ്ടും ഞാൻ പർച്ചേസ് റേറ്റ് ഇട്ട് കൊടുക്കുക, നേരെ എൻ്റർ ചെയ്യാം. ഓക്കെ, നേരെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി എത്രയെന്ന് വെച്ചത് കൊടുക്കുന്നു. അടുത്ത ഐറ്റം വീണ്ടും നമുക്കൊരു ഐറ്റം കൂടിയും കൊടുക്കാം, കോൾഗേറ്റ്. ഓക്കെ, കോൾഗേറ്റ് എന്നൊക്കെ കൊടുത്തിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു, അതിൻ്റെ റേറ്റും ഒക്കെ കൂടെ കൊടുത്തു. റേറ്റ് കൊടുത്തിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, സെയിൽ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് സെല്ലിംഗ് പ്രൈസ് നോക്കിയാൽ മതി. നേരെ എൻ്റർ ചെയ്യാം. ഓക്കെ, അതും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം എൻ്റർ ചെയ്തിട്ട് ഇനിയും ഉണ്ട് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഐറ്റം കൊടുക്കാണ്ടെങ്കിൽ ഇനി ഇതേപോലെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എൻ്ററും കൂടെ അടിച്ച് താഴോട്ട് വരിക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഈ പർച്ചേസിൻ്റെ കൂടെ വല്ല ഡിസ്കൗണ്ടോ ഉണ്ടെങ്കിൽ, അതായത് ടോട്ടൽ എമൗണ്ടിന്മേൽ നമ്മൾ ഡിസ്കൗണ്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്കൗണ്ടിനെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോണേ, നമ്മൾ എന്തായാലും പർച്ചേസിൻ്റെ കൂടെ ഡിസ്കൗണ്ട് വരിക, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, Alt+C പ്രസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു പർച്ചേസ് ലെഡ്ജർ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൻ്റെ ഒരു ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്പേസ് അടിച്ചിട്ട് അതിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടണിൽ വരിക, അല്ലെങ്കിൽ Alt+C അടിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റിൽ വന്നിട്ട് എൻ്റർ അടിക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ കൊടുക്കുക ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് ഇൻകം കൊടുത്ത് നേരെ എൻ്റർ ചെയ്യുന്നു. ഡിസ്കൗണ്ട് ചേർക്കുമ്പോൾ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് എന്നുള്ളതിൻ്റെ താഴെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 5% ആണെങ്കിൽ 5 ഇട്ടുകാണ്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ മൈനസ് ഇട്ടുകാണ്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ 3400 ഡിസ്കൗണ്ട് കുറയുള്ളൂ. ഡിസ്കൗണ്ട് എന്ത് സംഭവിക്കാനുള്ളതാണ്, കുറയാനുള്ളതാണ്. ഇവിടെ ഞാൻ എന്ത് സംഭവിച്ചു, 5 ഇട്ടുകാണ്ട് എൻ്റർ ചെയ്തു. ഇപ്പോൾ 3400 ഒരു 5% എത്രയോ അതാണ് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് വരേണ്ടത്. പക്ഷേ ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ 170 എന്ന് വന്നു. പക്ഷേ 3400 ഇവിടെ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും അത് വരാൻ പാടില്ല, മൈനസ് ചേർത്തിട്ട് വേണം ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇതാ നമ്മൾ ഇവിടെ കൊടുക്കരുത്, എമൗണ്ട് ആയിട്ടാണ് ഡിസ്കൗണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 250 അങ്ങനെയൊക്കെ ആണെങ്കിൽ എമൗണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ -250 എന്നിട്ട് കൊടുത്താൽ മതി, അപ്പോഴിവിടെ കുറയുള്ളൂ. അപ്പോൾ ടോട്ടൽ എമൗണ്ടിന് മുകളിൽ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൈനസ് ചേർത്തിട്ട് വേണം കൊടുക്കാൻ. നേരെ എൻ്റർ ചെയ്യുന്നു, എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പർച്ചേസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് സമ്മറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട് നിലവിൽ എന്നൊക്കെയുള്ളതൊക്കെ അറിയാൻ പറ്റും. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ് 170 ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ബാക്കിയുള്ള സ്റ്റോക്ക് ഇനി നമ്മളെ കയ്യിലിവിടെ ഉണ്ട്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തത് മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് രണ്ടും തുല്യമാണ്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത് നമുക്ക് തുല്യം, അതായത് പർച്ചേസ് ആയിട്ടുള്ളതും തുല്യമാണ്, ക്ലോസിംഗ് സ്റ്റോക്കും ഇപ്പോൾ തുല്യമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിൽസ് ആണ്. സെയിൽ സംഭവിച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റോക്ക് കുറയും, അതേപോലെ തന്നെ നമുക്ക് ഇൻകം കൂടും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു സെയിൽ ചെയ്ത് നോക്കാം. സെയിൽ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ വന്ന പോലെ തന്നെ വൗച്ചേഴ്സിൽ വരിക. വൗച്ചേഴ്സിൽ വന്നിട്ട് F8 അഥവാ സെയിൽസ് ബില്ല് നമ്മൾ അടിക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ടീസ് അക്കൗണ്ട് നെയിം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുകയാണ് JK കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അണ്ടർ സൺട്രി ഡെപ്റ്റർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സൺട്രി ഡെപ്റ്റർ നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുക, എൻ്റർ ചെയ്തിട്ട് നേരെ വരിക. ഓക്കെ, അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞു. നേരെ എൻ്റർ ചെയ്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് ലെഡ്ജർ എന്ന് കാണിക്കുന്നുണ്ടാകും, അവിടെ സെയിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സെയിൽസിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, സെയിൽസ് അക്കൗണ്ട് തന്നെയാണ്. നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഐറ്റംസ് ഇവിടെ കൊടുക്കുക. ഐറ്റംസ് ഏതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ സ്റ്റോക്ക് ഉള്ള ഐറ്റം നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഐറ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിവിടെ കോൾഗേറ്റ് സെലക്ട് ചെയ്യാം. അതായത് ടോട്ടൽ ഇപ്പോൾ 200 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്, അതിൽ 180 നമ്മൾ വിൽക്കുകയാണ്. 20 റേറ്റ് കണ്ടാ, സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ലെഗ്സ് എന്ന് പറയുന്ന ഐറ്റം. ലെഗ്സ് ടോട്ടലി നമ്മുടെ കയ്യിൽ 100 ഉണ്ട്, ഒരു 88 സെയിൽ ചെയ്യുന്നത്, 25 രൂപ സെല്ലിംഗ് പ്രൈസ് കൊടുത്തു. ഇനി ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വല്ല ഡിസ്കൗണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ Alt+C അടിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലേ, സെയിലിൻ്റെ കൂടെ നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് ആണ് വരിക.
അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് നമ്മളിവിടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് എത്ര പെർസെൻറ്റേജാന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അതല്ല ഇനി ഇവിടെ എമൗണ്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് നിങ്ങൾക്ക് എമൗണ്ട് കാണിച്ചു തരാം. മൈനസ് ഇട്ട ശേഷം 250 കണ്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിവിടെ കുറഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ന്യൂ റെഫറൻസ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുക. ബിൽ നമ്പറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. ബിൽ നമ്പർ ഒരു കമൻറ്റിൽ ഞാൻ ഒരു ഡൗട്ട് കണ്ടിരുന്നു, എങ്ങനെയാണ് സെയിലിൽ നമ്മൾ ബിൽ നമ്പർ ഇടുക എന്നുള്ളത്. ബിൽ നമ്പർ ലാസ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ചോദിക്കും മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റഡ്. ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്താൽ മതി. എന്നിട്ട് ബിൽ നമ്പർ ഇട്ടിട്ട് നേരെ സേവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. സ്റ്റോക്ക് സമ്മറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ടാവും. കണ്ടോ, കോൾഗേറ്റ് ഇവിടെ നമുക്ക് സ്റ്റോക്ക് കുറഞ്ഞു അല്ലേ. നേരത്തെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന കോൾഗേറ്റ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ 200 ഉണ്ടായിരുന്നു, 150 വിറ്റു, ബാക്കി 20 ഉണ്ട് ഇവിടെ. ലെക്സ് എന്ന് പറയുന്നതായിട്ട് 88 വിറ്റു, 100 ഉണ്ടായിരുന്നു, 88 വിറ്റു, ബാക്കി 12 നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ പ്രൊഡക്റ്റ് പർച്ചേസും സെയിലും ചെയ്യുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ് അടുത്തായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ഒരുമിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.